പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂൺ 22 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ,
കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നമ്മുടെ ഇന്നലെയും കൃപാസനത്തിലെ ഒരു മോള് കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ആൾക്കാർ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി പേർക്ക് ഇത് പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു അവിശ്വാസമായിട്ട് തോന്നും. നമ്മുടെ ഷാജിസിൻ്റെ തുമ്പച്ചരച്ചൻ്റെ സുഗന്ധവാഹിനി അമ്മ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിറങ്ങിയപ്പോൾ ചില സെമിനാരി ആ പാട്ട് പാടിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും അക്കാഡമിക്കൽ എററുണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അത് പാടിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മളുടെ അറിവിൻ്റെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലേ ചെല്ലാനോ എന്നും പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ചെല്ലാനം നിങ്ങൾക്കൊക്കെ ഫേമസ് സ്ഥലമാണ്. ഞാൻ ആ ഇടവകെ 11 ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് കൊച്ചുരൂപതയോട് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ധ്യാനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചുരൂപതയാണ്. ഈ ഒരു ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ 11 വർഷം അടുപ്പിച്ച് ധ്യാനിപ്പിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഞാനൊക്കെ ഒരു ദിവസം അവിടെ ഒരു കൊച്ചു പള്ളി, കായലിൻ്റെ നടുക്ക് കുറേ ചിറകളാണ്, ചിറയും തോടും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഒരു പള്ളി, ചാപ്പൽ അവർ നിർമ്മിച്ചു, ഇടവക്കാർ, കുരിശുപള്ളി. അപ്പോൾ ആദ്യമായത് കാരണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനനുബന്ധമായിട്ട് അവർ ധ്യാനം വഹിച്ചു. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, അപ്പോൾ അത് ആ ഒരു ചാപ്പലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ നേരിട്ട്. പക്ഷേ നമ്മുടെ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ, റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ചിറപ്പുറത്ത് കൂടി ഉള്ളിലോട്ട് പോയെങ്കിലാണ് ഈ പള്ളി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്ന ദിവസം ഭയങ്കര ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പ്രദേശം മുഴുവനും ചിറയെല്ലാം മുങ്ങി കായലും കരയും അറിയാതെ ഇങ്ങനെ മുഴുവൻ മൊത്തം വെള്ളമായിട്ട് കിടക്കുക. നമ്മളൊരു കടലിലോട്ട് നോക്കണ പോലെ ഇരിക്കും. അപ്പം ഞാനിവിടെ ദൈവത്തിന് അറിയാമായിരുന്നില്ല ഈ ഇത്രയും കഷ്ടപ്പാടാണ് ധ്യാനമെന്ന്. അത് രസത്തില്ല, വിചാരിച്ചപ്പോഴും വന്നില്ല ആ ധ്യാനത്തിന്. ആൾക്കാർ തന്നെ വളരെ വളരെ അപൂർവം ആൾക്കാരാണ് വന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയത്ത് ആൾക്കാർ കുറയും. അൽഫോൻസ് സ്വാമിയുടെ അടക്കത്തിനൊക്കെ 50 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും അതിരുന്ന് നോക്കും. ആ 50 പേരെന്ന് പറയുന്നത് പുണ്യപ്പെട്ട മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് ആൾക്കാരെ ദൈവം തന്നെ ചുരുക്കിക്കളയും. എന്ന് വെച്ചാൽ
നമുക്ക് തോന്നും നമുക്കെതിരെ എന്തോ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന് തോന്നും. അതൊന്നും എൻ്റെ കാര്യം. ചില വലിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു എഡിറ്റിങ് വരും. അതാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അപ്പം നീ ഇപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയം. ഇപ്പം ഇന്ന് കൃപാസനത്തിലൊരു സാക്ഷ്യം ഉണ്ടായെന്താണെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, ഉടമ്പടി 3 പുതുക്കി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എനിക്ക് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ചമ്മല. പത്രം കൊടുക്കണം, പിന്നെ എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാലം ഈ ജന്മത്തിൽ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ മാതാവ് ഈ ഉടമ്പടി തന്ന കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴും ഉള്ളേ. മാതാവ് ഉടമ്പടി തന്ന കാലത്തുള്ളതാണ് ഈ പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതല്ല. അപ്പം മാതാവ് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത് മുതൽ മുടക്കാൻ കഴിയാത്തവൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് മാതാവ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മുതൽ മുടക്കാൻ കഴിയുള്ളവൻ അതിനുവേണ്ടി അതിൻ്റെ ഭാഗഭാഗത്വവും ഗുണഭോക്താവും ആകണം. അപ്പം നിങ്ങളെ ഈ ചെറിയ അജഗണം എന്ന വചനം എടുത്ത് ലൂക്ക 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ ചില സമയത്ത് നമ്മളെ സപ്പോർട്ടേഴ്സ് കുറയും. ഇപ്പം ഞാനൊക്കെ ആദ്യം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ 0 സപ്പോർട്ടേഴ്സായിരുന്നു. ഓരോ വിഷയത്തിനും അങ്ങനെയായിരുന്നു. ഓരോ വിഷയത്തിനും എല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യം, ഉടമ്പടി, അതിന് മുമ്പ് ഞാൻ കടലോരം നടത്തുമായിരുന്നു. എല്ലാം പുതിയ ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം ആദ്യം നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല. നല്ല സപ്പോർട്ടാകുമ്പോൾ ഞാനത് നിർത്തിക്കളയാം. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താ പറയുക, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ നമ്മൾ ചെറിയ ഒരു ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ, കുറഞ്ഞ സാഹചര്യങ്ങളിൽ, പേരില്ലാത്ത സാഹചര്യങ്ങളിൽ, ആകർഷണമല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ അത് പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസാദം വരണത്. അപ്പം എപ്പോഴും ഒരിക്കലും ഓർക്കണം ഇതാണ്. ഇപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലപ്പോഴും അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഏറ്റെടുക്കാത്തൊരു കാലവും അംഗീകരിക്കാത്തൊരു കാലവും ആയിരിക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെയും കാലം. ഞാൻ ആ ചെല്ലാനമ്മളുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ പറയാം. ഇപ്പോഴേ ഈ ആശയം കറക്റ്റായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.